കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകം ഇന്നലെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. ഇന്നലെ രാവിലെ വീട്ടുജോലിക്കാരി വരികയും ആ വീട്ടിൽ സ്ഥിരം വർഷങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഈ ജോലിക്കാരി ആ വീട്ടിലേക്ക് വരുന്നു എന്നത്തെയും പോലെ രാവിലെ വരികയും ഗേറ്റ് വാച്ചറോടത്ത് വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്ത് ജോലിക്കായിട്ട് വരികയും വന്നപ്പോഴാണ് വിജയകുമാർ എന്ന് പറയുന്ന ആള് നഗ്നമായിട്ട് മരിച്ചു കിടക്കുന്നത് കാണുക. പിന്നെ അതിനുശേഷം ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നു. വിജയകുമാറിന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു. ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അവിടെ നടന്നത്. ഇതാണ് പറയുന്നത്, നമ്മൾ വിശ്വസിച്ച് ഒരാളിനെ വീട്ടിൽ കയറ്റുകയോ പാടില്ല എന്നും. ആസാം സ്വദേശി അമിത് എന്ന് പറയുന്ന അവൻ മുമ്പ് ഇതുപോലെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ ജോലിക്കാരനായിരുന്നു. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങൾ നോക്കുകയും വീട്ടിലെ കാര്യങ്ങൾ അയാളെ വൈഫെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ടാണ് അവിടെ വന്നത്. അതിനുശേഷം ആ സ്ത്രീയും അവിടെ ജോലി ചെയ്യുകയും അതിനിടയിൽ വിജയകുമാറിന്റെ മൊബൈൽ മോഷണം നടത്തുകയും എന്നിട്ട് മുങ്ങി, ഫോൺ കൊണ്ട് മുങ്ങി. അപ്പം ഇവർക്ക് സംശയത്തിൻ്റെ പുറത്ത് ഇവർ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അമിത്തിനെ. പിന്നെ അതിനുശേഷം ഇയാളെ വൈഫെന്ന് പറഞ്ഞു കൊണ്ടുവന്ന സ്ത്രീ എന്തോ ചെയ്തു, ഈ സ്ത്രീ പേടിച്ചിട്ടാണോ എന്നറിയില്ല, അവര് അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ അതിൻ്റെ വൈരാഗ്യവും അവനുണ്ടായിരുന്നു. ഇവൻ ജയിലിലായി, എത്രയോ 5 മാസം എങ്ങാണ്ട് കിടന്നെന്ന് പറയണ. അങ്ങനെ ജയിലിലായ സമയത്താണ് ഈ സ്ത്രീ അവിടെ നിന്ന് മുങ്ങുന്നത്. അവന്മാരെങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു കേസിന് പിടിച്ചോണ്ട് പോകും, പിന്നെ തീറ്റി പോറ്റിരിഞ്ഞ് വിടും. അതാണല്ലോ സ്ഥിരം നമ്മളെ ഇവിടെ നടക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവന് വൈരാഗ്യമുണ്ടായി. അതിൻ്റെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസ, ഇവൻ കോടികളാണ് ഈ വിജയകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇവൻ അടിച്ചു മാറ്റിയത്. കോടികളാണെന്നാണ് പറയുന്നത്. ഇത് ഇത്രയും പണം ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ മൊബൈൽ കൈവശപ്പെടുത്തിയില്ലേ. യവന്മാർക്കൊക്കെ അതിൻ്റെ വകുപ്പുകൾ അറിയാം. ഇതിനെക്കുറിച്ച് വിജയകുമാർ സംസാരിക്കുകയും ഇതിൻ്റെ വൈരാഗ്യം കൊണ്ടാണ് യവൻ ഇപ്പോൾ കൊല ചെയ്തതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, വിജയകുമാറിൻ്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ഇവനിൽ നിന്ന് ചിലപ്പോൾ ഇവനാണോ എന്നറിയില്ല. എന്തായാലും ഈ ആസാം സ്വദേശിയുടെ പിന്നിൽ വേറെ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. ഇവനെ കൊണ്ട് ചെയ്യിക്കാൻ എന്തായാലും വേറെ ഉള്ളവർ കാണാതിരിക്കൂല. ഫിംഗർ പ്രിന്റ് എടുക്കുന്നു. ഫിംഗർ പ്രിന്റ് എടുത്തപ്പോൾ പോലീസിന് തെളിവ് കിട്ടി, ഇവനാണ്, ഈ അമിത്താണ് ചെയ്തതെന്ന് തെളിവ് കിട്ടി. എന്ന് പറഞ്ഞാൽ മുമ്പ് മൊബൈൽ കേസിൽ പിടിക്കപ്പെട്ടതാണല്ലോ. അന്നും ഇതുപോലെ ഫിംഗർ പ്രിന്റ് എടുത്തതാണ്. തെളിവുകൾ കിട്ടി. ഇന്നലെ അന്വേഷണം നടന്നു. പക്ഷെ അന്നേരം വിചാരിച്ചത് എന്തോന്നാണ്, ഇവനെ പിടിച്ചു എന്നാണ്. പക്ഷെ ഇവൻ ഒളിവിൽ പോയി. ഒളിവിൽ പോയതിന് ശേഷം ഇന്ന് ഇവനെ പിടിക്കപ്പെട്ടു. പോലീസിന്റെ നിഗമനം ഈ പ്രതി അമിത് തന്നെയാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത് എന്നതായിരുന്നു. വീട്ടുജോലിക്കാരനായ അമിതാണ് ഈ കുറ്റം ചെയ്യാനുള്ള സാധ്യത എന്നത് പോലീസ് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതിന് തെളിവുകൾ വേണമായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി അമിത് തന്നെ എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനായി CCTV ദൃശ്യങ്ങളും, റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും, താമസിക്കുന്ന ലോഡ്ജിലെ ദൃശ്യങ്ങളും ഇതുകൂടാതെയുള്ള മറ്റു തെളിവുകളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആസാം സ്വദേശിയായ അമിത് തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഇപ്പോൾ അല്പം മുൻപാണ് പ്രതിയെ തൃശൂർ മാഴയിൽ നിന്നും പോലീസ് പിടികൂടിയത്. ഈ പ്രതിക്ക് ഒന്നിലധികം സിമ്മുകൾ ഉണ്ടായിരുന്നു. അതിൽ 3 സിമ്മുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരെണ്ണം പ്രവർത്തിച്ചിട്ടുള്ളത് മധുരയിലായിരുന്നു. അതിനാൽ തന്നെ സംസ്ഥാനത്തിന് പുറത്ത് അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത്. ഇതിനായി 3 സംഘമായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തി വന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിയെ പിടിച്ചിരിക്കുന്നത് തൃശൂർ മാഴയിൽ നിന്നുമാണ്. മാഴയിലെ മേലാടൂർ എന്ന പ്രദേശത്ത് നിന്നുമാണ് പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ പ്രതി സംസ്ഥാനം വിട്ടു എന്നൊരു സംശയമുണ്ടായിരുന്നു. കാരണം പ്രതി കുറ്റകൃത്യം ചെയ്തതിന് ശേഷം തിരിച്ചെത്തിയത് നേരത്തെ താമസിച്ചിരുന്ന ലോഡ്ജിലേക്കാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാറിയുള്ള ബിനോ ലോഡ്ജിലാണ് പ്രതി കഴിഞ്ഞ 3 ദിവസമായി താമസിച്ചിരുന്നത്. അതായത് ഏപ്രിൽ 19 മുതൽ ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്നത് ബിനോ ലോഡ്ജിലാണ്. ബിനോ ലോഡ്ജിൽ നിന്നും രാത്രി 10 മണിയോടെ ഇറങ്ങുന്നു, ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നു, കുറ്റകൃത്യം ചെയ്യുന്നു. അതിനുശേഷം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ തുടർന്നു. പിന്നീട് വീണ്ടും തിരിച്ച് ലോഡ്ജിലേക്ക് എത്തിയ. പക്ഷെ അപ്പോൾ കയ്യിൽ സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ലോഡ്ജിലെ പോയി പറയുന്നത്. അങ്ങനെ വളരെയധികം ആസൂത്രണം ചെയ്താണ് പ്രതി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത്. പ്രതി വളരെയധികം മികവ് പുലർത്തിയിരുന്നു. കൊലയാളിയെ പിടിക്കപ്പെട്ടു. പിടിക്കണം, പിടിച്ചാൽ മാത്രം പോരാ,
അവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം, നല്ല കൂമ്പിനിടി കൊടുക്കണം. എവിടെ നിന്ന് ഒന്നും നടക്കാൻ പോണില്ല. യുവന്മാരെ കൊണ്ടിട്ട് തീറ്റി പോറ്റിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇറങ്ങി വിടും. ആർക്ക് നഷ്ടമായത്? അവന് ആ മോൻ്റെ മരണം നടന്നതിന് ശേഷം മാനസികമായിട്ട് തകർന്നു കിടക്കുകയാണ്. കോടികൾ ആസ്തിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ട് ഓഡിറ്റോറിയം ഉണ്ട്, അതുപോലെ പല പല സ്ഥലത്ത് പല സ്ഥാപനങ്ങളുണ്ട്. മോള് അമേരിക്കയിലാണ്. പിന്നെ വീടിനോട് അടുപ്പമുള്ള ഒരാളാണ് ഇത് ചെയ്തതെന്ന് പൂർണ്ണമായിട്ടും പോലീസിന് അറിയാമായിരുന്നു. വളർത്തുനായ കുരച്ചതുപോലും ഇല്ല. എന്തുകൊണ്ടാണ് കുരയ്ക്കാത്തത്? ഇത് ഈ വളർത്തുനായ്ക്ക് അറിയാം യവന ആ വീടുമായിട്ട് അടുപ്പമുള്ള ആളല്ലേ. എന്തുമാത്രം പിടച്ചിട്ടുണ്ട്. കോടാലിക്ക് വെട്ടിക്കൊല്ലണ സമയത്ത് എന്തുമാത്രം പിടച്ചിട്ടുണ്ട്. യവനെ അതുപോലെ വെട്ടിയിടണമായിരുന്നു. യവൻ്റെ അവയവം ഇതുപോലെ വെട്ടണം. തലയൊട്ടിയൊക്കെ വികൃത കോലമാക്കി പൊളന്ന് എറിഞ്ഞു. കുറേ ബംഗാളികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ട് യവന്മാരെ മലയാളികൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. ഒരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ കൂടുതലും ബംഗാളികളെയാണ് വെച്ചിരിക്കണം. ഇന്ന് മലയാളികൾക്ക് ജോലിയില്ല ഇവിടെ. അപ്പോൾ അവർ ഭയങ്കര കഠിനാധ്വാനമാണ്. ബംഗാളികൾ ജോലി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അധ്വാനിയാണ്. അവർ ഇരിക്കൂല, അവർ ഒരു സ്ഥലത്ത് ഇരിക്കൂല, അവരങ്ങ് പണി ചെയ്യും. മലയാളികളാണെങ്കിൽ ഒത്തിരി പൂലം ജോലി ചെയ്തിട്ട് കള്ളത്തരം കാണിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അതിനെന്ത് ഈ മലയാളികൾ അനുഭവിക്കണം. എവിടെ തിരിഞ്ഞാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിയിട്ട് തുര അവർ ബാഗും തൂക്കി ബസ് കയറാൻ വന്ന് നിൽക്കണതാണ് നമ്മൾ കാണുന്നത്. മലയാളികളെ കുറവാണ് ഈ ജോലിക്ക് പോണത്. മലയാളികളിലും ഉണ്ട് തിന്നും കൊണ്ട് കഴപ്പൂടിച്ചിരിക്കും. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യവന്മാരെ ഒരു വീട്ടിലായിരുന്നാലും ബംഗാളി ജോലിക്ക് വീട്ടുകാർക്ക് ജോലി ചെയ്യാൻ വയ്യ. അത് പിന്നെ എങ്ങനെയാ? ഏക്കർ കണക്കിനും കോടിക്കണക്കിനും ഉള്ളിടത്ത് പിന്നെ 16 ജോലിക്കാർ വേണം. അപ്പം വെക്കണതോ ബംഗാളികളാ. മലയാളികൾ അവന്മാർ കള്ളന്മാർ, അവന്മാർ ജോലി ചെയ്യൂല, കിഴങ്ങന്മാർ. ഒരു ചെറിയ കടയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അവിടെ ബംഗാളികളാണ് ജോലി ചെയ്യണത്. മലയാളികളെ കാണാൻ പോലും ഇല്ല. എവിടെ തിരിഞ്ഞാലും ബംഗാളികൾ. ഈ ബംഗാളികൾ കൂടുതലും കഞ്ചാവിനടിമയാണ്. ഇവൻ മുമ്പ് കഞ്ചാവ് അടിക്കുമായിരുന്നെന്ന് പറയുന്നത്. അതുപോലെ മദ്യപാനം. ഈ സമയത്തും ചിലപ്പോൾ ഇവൻ ഇങ്ങനെയായിരിക്കും വന്നിട്ടുള്ള കൊല്ലാൻ. ആ കോടാലി കൃത്യമായിട്ട് എവിടെയാണ് ഇരിക്കണേന്ന് അവൻ അറിയാമായിരുന്നു. അതെടുത്ത് കുഴവി കതക് ഇടിച്ച് പൊളിക്കാനായിട്ട് ആ കുഴവിയൊക്കെ എവിടെയാണ് ഇരിക്കണേന്ന് കറക്റ്റ് അറിയാന്നുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത്. ഇനിയും നമ്മൾ മലയാളികൾ പഠിക്കൂല. ഇനിയും ബംഗാളികളെ ഇങ്ങോട്ട് തുര ഇറക്കും ജോലിക്ക്. മോള് അമേരിക്കയിൽ നിന്ന് എത്തിയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇന്നലെ ഈ ഒരു വാർത്ത കേട്ട് ഓരോ ദിവസം ചെല്ലും തോറും ഓരോരോ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. യവനെ പിടിച്ച് ഇനിയിപ്പോൾ കൊണ്ടുപോയി അവനെ തീറ്റിപ്പോറ്റും. ഇനി ഇങ്ങനെയുള്ള മരണങ്ങൾ കേൾക്കാതിരിക്കട്ടെ. 2025 തുടങ്ങി ഫുള്ളും വെട്ടിക്കൊല, ആയുധങ്ങൾ കൊണ്ട്, ചിട്ടിയല്ലുണ്ട്, കോടാലിയുണ്ട്, വെട്ടോത്തിയുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ട് മടുത്ത്